ഈ നിലമ്പൂർ ധീര രക്തസാക്ഷി കുഞ്ഞാലിയുടെ മണ്ണ്. കലാരംഗത്തെ, സാംസ്കാരിക രംഗത്തെ ഉന്നതരായ നിലമ്പൂർ ബാലൻ, KT മുഹമ്മദ്, SA ജമീൽ, അതുപോലെ തന്നെ നമ്മുടെ ആയിഷാത്ത ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുടെ മണ്ണ്. ഹംസാക്കയെ പോലെയുള്ള രാഷ്ട്രീയ രംഗത്തെ ഗുരുനാഥന്മാരെ വിജയിപ്പിച്ചെടുത്ത ഈ മണ്ണ്. ഈ മണ്ണിലേക്ക് ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത എന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാക്കി വിട്ട് അതിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ പൊതുയോഗം എന്നുള്ള നിലക്ക് ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയാണ്, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്ന് ഏറ്റവും വികസനം നടന്ന 4-5 മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊന്ന് ഈ നിലമ്പൂർ ഉൾപ്പെടും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. ഹംസാക്ക സൂചിപ്പിച്ച പോലെ 6 മാസമോ 8 മാസമോ MLA ആയിട്ടുള്ള ഒരു സുഹൃത്ത് 200 കോടി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വാസം വരില്ല. ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. വടവറ മുതൽ വഴിക്കടവ് വരെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും സുന്ദരമായ മുഖത്തോടു കൂടിയുള്ള ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയും. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ 2000-ഓളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിൽ അഭിമാനത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ആരെയും ഒരു കുറ്റം പറയുന്നില്ല. ഇവരെ ഏറ്റവും വലിയ നേതാവാണ് VD സതീശൻ, പ്രതിപക്ഷ നേതാവ്. നേരം പൊളിക്കുമ്പോൾ 3 നുണ 5 നുണ ഉച്ചക്ക് 8 നുണ കടക്കുമ്പോൾ ഈ നുണ പറയാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് ഇവർ. പടച്ചതപ്പുരാൻ 45 കൊല്ലം മുമ്പ് ഹംസാക്കാക്ക് ഈ ബുദ്ധി തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. പഴയ കാലത്തെ സാമൂഹിക ചുറ്റുപാടും കുടുംബകരമായ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് യുവജന സംഘ പ്രവർത്തകനായിരുന്ന ഞാൻ കോൺഗ്രസിലേക്ക് വഴുതി പോകേണ്ടതായി വന്നു. ഒരുപാട് കാലം അതിൽ കെട്ടിത്തിരിഞ്ഞ് നടന്നു. മനസ്സും ശരീരവും അതിൻ്റെ യോജിക്കണില്ല എന്ന് കണ്ടപ്പോഴാണ് തടിയെടുത്ത് പോകുന്നത്. അതിലെ കാലുവാരലും കൂടിച്ചേരലും സമ്മർദ്ദം ചെലുത്തും മറ്റൊക്കെ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. ആ കൂട്ടർ തന്നെയാണ് ഇപ്പോഴും. ഇവിടെ ഒരു കാര്യം വേദനയോടുകൂടി ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യ രാജ്യം ഭരിക്കുന്ന വർഗീയ ശക്തികളാണ്. അവരെ നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും ഒരു നിലപാടെടുക്കാൻ ഇവരുടെ തയ്യാറുണ്ടോ? തയ്യാറില്ല. ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഉണ്ടാക്കി, പക്ഷേ പ്രവർത്തിക്കുന്നില്ല. ബംഗാളിലെ ഗവൺമെന്റിനെ കൂട്ടൂല, കേരളത്തിലെ മുന്നണിയെ കൂട്ടൂല, ബനായനെ ശക്തിയില്ല. ഒരു തമ്മിലടിച്ച് തകർക്കുകയാണ്. ഓരോ ദിവസവും ഇവരെത്ര ആൾ കോൺഗ്രസ് നിന്ന് BJP ആവുമെന്ന് പറയാൻ കഴിയൂല. കണ്ണൂരിലെ സുധാകരനൊക്കെ ഇപ്പം വേറെ കേൾക്കുമ്പോൾ എന്താ പറയുന്നത്? ഇന്ന് പറഞ്ഞു കേൾക്കണം. എനിക്ക് 3ാം പിണറായി വരൂല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്താ പിണറായി വന്നിട്ട് മറ്റോ വരരുത് എന്നാണ് ഇവൻ്റെ ഉള്ളിൽ. അത് മനസ്സിലാക്കി. കോൺഗ്രസിന് അധികാരം കിട്ടിയ മുഖ്യമന്ത്രി സുധാകരനാവൂലല്ലോ. അതാവാതിരിക്കണം എന്നാണ് മനസ്സിൽ. അതാ പറഞ്ഞത്. പിണറായിലുള്ള സ്നേഹമല്ല. 3ാം പിണറായി വരുമോ എന്താണ് അഭിപ്രായം? വരൂല എന്ന് പറയാൻ എനിക്ക് ധൈര്യമല്ല എന്നാ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ 5 കൊല്ലം ഒരു സ്വതന്ത്രൻ MLA ആയി പോയി. അത് കഴിഞ്ഞ് ബേപ്പൂർ മണ്ഡലത്തിൽ പോയി മത്സരിച്ച് മന്ത്രിയായി. ആ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ മൂത്തടുത്ത് ഒരു പാലം കെട്ടിയത് അല്ലേ? ഈ മണ്ഡലം ഉണ്ടായിട്ട് അതിന് മുമ്പ് കൊല്ലത്രയായി. ഞാൻ വന്ന് പോയിട്ട് കൊല്ലത്ര കഴിഞ്ഞു. മൂത്തടുത്ത് പാലം കെട്ടിയാരെങ്കിലും? നിലമ്പൂർ മണ്ഡലത്തെ പോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം മൂത്തേടം പോലെ വേറുണ്ടോ? അതുപോലെ തന്നെ കരുളായിൽ നിന്ന് മൂത്തേട പഞ്ചായത്തിലേക്ക് പോകുന്ന കാറ്റാടിക്കടവ് പാലം TK അവസ്ഥയാണ് കെട്ടിയത്. നമ്മുടെ ഗവൺമെന്റ് വരുന്നതിന് ഒട്ടു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, ആന്റണി ഗവൺമെന്റ്, അതിലെ മന്ത്രിയായിരുന്ന അബൂഖാദർ നഖ പോകുന്നതിൻ്റെ തലേ ദിവസം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഈ ചാലിയാർ പുഴയ്ക്ക് വന്ന് കല്ലിട്ട് പോയത് ഓർമ്മ ഉണ്ടോ? അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ച് ഇടതുപക്ഷ അധികാരത്തിൽ വന്നു. ഞാൻ മന്ത്രിയായി. അപ്പൊ ചാലിയാറിന്റെ കല്ലിന്നെ നോക്കിയിട്ട് ഇങ്ങനെ എളിച്ചു കെട്ടുക.
കല്ലിട്ട് പോയതാണ് നഹ. നഹ നമ്മളെ അമ്മാവനായതുകൊണ്ട് ഞാനൊന്നും പറയില്ല, നഹന്റെ കുറ്റല്ലാന്ന് കൂട്ടിക്കോ. ആ കല്ല് പാലമാക്കി മാറ്റിയ ചാലിയാർ പുഴയുടെ പാലം നിർമ്മിച്ച TK ഹംസയാണ്. കാറ്റാടിക്കടൽ പാലം, ചാലിയാർ പാലം, മൂത്തേടം പാലം. 20-30 കൊല്ലം MLA ആയിട്ടുള്ള ആളുകൾക്ക് അരപ്പാലം പറയാനുണ്ടോ? ഇതൊക്കെ നിങ്ങളെ മനസ്സിലിരിക്കട്ടെ. വികസനത്തിൻ്റെ കാര്യം നിലമ്പൂരിൽ ഇനി ഒരുപാട് കാര്യം നന്നാക്കാനുണ്ട്. ബൈപ്പാസ് റോഡൊക്കെ റെഡിയാക്കിയിട്ട് നിലമ്പൂർ ചെറ്റങ്ങാടിയിൽ നിന്ന് മുക്കട്ട വരെ പോയാൽ അവിടുന്ന് നേരെ ഇടക്കരക്കും ചുങ്കത്തൊക്കെ വഴിക്കടവിലേക്ക് പോകാം, ചോക്കാട്ടിക്ക് പോകാം. അങ്ങനെ സുന്ദരമായിട്ട് നിലമ്പൂരിൻ്റെ മുഖം മാറ്റണമെങ്കിൽ 3ാം പിണറായി വരണം. അതിൽ നിലമ്പൂരിൻ്റെ MLA ആയി നമ്മുടെ ഷറഫ് അലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഷറഫ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സുഖ സൗകര്യം സന്തോഷമുള്ള ഷറഫാണ്. ഷറഫുൽ അലി. ആ ഷറഫായ അലി വരിക, പിണറായി വിജയൻ 3ാം ഭരണം വരിക. നിലമ്പൂരി നമുക്ക് നന്നാക്കണം. അതിനു വേണ്ടി എല്ലാ സുഹൃത്തുക്കളും സഹോദരന്മാരും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായ ഷറഫ് അലി. രാഷ്ട്രീയ രംഗത്തേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പൊതുയോഗം എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി തിരുവനന്തപുരത്ത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തെരട്ടമൽ, അരീക്കോട് തെരട്ടമൽ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഞാൻ ആദ്യമായിട്ട് റഷ്യക്കെതിരെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി കളിക്കാൻ മൈതാനത്ത് ഇറങ്ങിയപ്പോൾ എനിക്കൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. അതേപോലെ ഒരു പരിഭ്രമം. രണ്ടാമതായിട്ട് ഈ നിലമ്പൂർ ധീര രക്തസാക്ഷി കുഞ്ഞാലിയുടെ മണ്ണ്, കലാരംഗത്തെ സാംസ്കാരിക രംഗത്തെ ഉന്നതരായ നിലമ്പൂർ ബാലൻ, KT മുഹമ്മദ്, SA ജമീൽ, അതുപോലെ തന്നെ നമ്മുടെ ആയിഷാത്ത ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുടെ മണ്ണ്, ഹംസാക്കയെ പോലെയുള്ള രാഷ്ട്രീയ രംഗത്തെ ഗുരുനാഥന്മാരെ വിജയിപ്പിച്ചെടുത്ത ഈ മണ്ണ്, ഈ മണ്ണിലേക്ക് ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത എന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാക്കി വിട്ട് അതിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ പൊതുയോഗം എന്നുള്ള നിലക്ക് ചെറിയൊരു പരിഭ്രമമുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല. ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയാണ്, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്ന് ഏറ്റവും വികസനം നടന്ന 4-5 മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊന്ന് ഈ നിലമ്പൂർ ഉൾപ്പെടും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. ഹംസാക്ക സൂചിപ്പിച്ച പോലെ 6 മാസമോ 8 മാസമോ MLA ആയിട്ടുള്ള ഒരു സുഹൃത്ത് 200 കോടി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വാസം വരില്ല. ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. വടപുറം മുതൽ വഴിക്കടവ് വരെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും സുന്ദരമായ മുഖത്തോടു കൂടിയുള്ള ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയും. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ 2000-ഓളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിൽ അഭിമാനത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഒരു കായിക രംഗത്തെ പ്രതിനിധി എന്നുള്ള നിലക്ക് ഈ മണ്ണിലേക്ക് എന്നെ പറഞ്ഞയച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് പരിചിതമല്ലാത്തൊരു നാടല്ല നിലമ്പൂർ. എൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് എൻ്റെ അമ്മാവൻ, നേരത്തെ ഹംസാക്ക സൂചിപ്പിച്ച പോലെ എൻ്റെ അമ്മാവനായ ഉസ്മാൻ ഡോക്ടറുടെ വീട്ടിൽ തന്നെയാണ് എൻ്റെ കുട്ടിക്കാലം, എൻ്റെ എല്ലാ അവധിക്കാലവും ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുത്രനായ മുജീബ് ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒട്ടനവധി സുഹൃത്തുക്കളുള്ള നിലമ്പൂരിനെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് നിലമ്പൂർ ഒരിക്കലും എനിക്ക് പരിചയമില്ലായ്മ ഫീൽ ചെയ്തിട്ടില്ല. അരീക്കോടിനെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ആരാധിക്കുന്ന ഒരു മണ്ണാണ് നിലമ്പൂർ. എത്രയും പെട്ടെന്ന് ഇഴകിച്ചേരാനും എനിക്ക് സാധിക്കുമെന്ന് ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. വികസന രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോഡ് വികസനം, പാലങ്ങൾ ഹംസാക്ക സൂചിപ്പിച്ചു. ഹംസാക്കാൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒരുപക്ഷേ നിലമ്പൂർ ഭാഗങ്ങളിൽ, നിലമ്പൂർ മണ്ഡലത്തിൽ 13ഓളം പാലങ്ങൾ നിർമ്മിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. മലയോര ഹൈവേ ഒരു പരിധി വരെ പൂർത്തിയായി, മുഴുവനായി പൂർത്തിയായി എന്ന് നമ്മൾ പറയുന്നില്ല.
പരിധിയിലപ്പുറം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം കൂടി പൂർത്തിയാക്കിക്കൊണ്ട് മേപ്പാടി വരെയുള്ള ഭാഗം പൂർത്തിയാക്കിക്കൊണ്ട് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും വയനാട്ടിലേക്കും ഒക്കെ നമ്മുടെ നിലമ്പൂർക്കാർക്ക് എത്രയും വേഗത്തിൽ സഞ്ചരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. മലപ്പുറം ജില്ലയിലെ മലയോര ഗ്രാമങ്ങളെ കോഴിക്കോട് ജില്ലയുമായിട്ടും വയനാട് ജില്ലയുമായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധിപ്പിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇനി വിദ്യാഭ്യാസ രംഗത്ത് അംസാക്ക വളരെ വിശദമായി പ്രതിപാദിച്ചത് കൊണ്ട് തന്നെ അതിൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ കരുളായിയിലെയും നിലമ്പൂരിലെയും മുത്തേടത്തെയും ഗവൺമെൻറ് സ്കൂളുകൾ 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമുള്ള ഈ മണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും ഒരു തവണയെങ്കിലും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഈ ഗവൺമെൻറ്, നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. ഇനി കായിക രംഗത്തെക്കുറിച്ച് പറയുക, അത് പറയാതെ പോകാൻ കഴിയില്ല. ഒരു കായിക താരം എന്നുള്ള നിലക്ക് കായിക രംഗത്തെ വികസനത്തെക്കുറിച്ചും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നിലമ്പൂർ മാനവേദന സ്കൂളിലെ മനോഹരമായ മൈതാനം നിങ്ങളൊക്കെ കണ്ടിരിക്കും. ഫുട്ബോൾ മൈതാനവും അതുപോലെ തന്നെ സിന്തറ്റിക് ട്രാക്കും ഉൾപ്പെടുന്ന മൈതാനം. ഇതേപോലെയുള്ള സൗകര്യങ്ങൾ നിലമ്പൂരിൽ മാത്രമല്ല 7 പഞ്ചായത്തിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പുറമെ എത്രയെത്ര കളിക്കളങ്ങൾ, ഓരോ വാർഡിലും കളിക്കളങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് കഴിഞ്ഞ 9 വർഷം 10 വർഷമായിട്ട് ഇടതുപക്ഷ സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി മത്സരിക്കുന്നതിനെ വിജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണ തുടർച്ച മാത്രമല്ല, ഈ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറയുകയാണ്. ഇവിടെ ആശുപത്രിയെക്കുറിച്ചും പറഞ്ഞു. നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നിലമ്പൂരിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയുടെ വികസനം എന്നുള്ള നിലയ്ക്ക് ജനറൽ ആശുപത്രി തലത്തിലേക്ക് ഉയർത്തണമെന്ന ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇനി നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ പെടാത്ത ചെറിയ പ്രശ്നങ്ങളുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ പോലും പരമാവധി പരിഹരിക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. പന്നി ശല്യത്തിന് 1ാം തരം നിർദ്ദേശം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നൽകുകയുണ്ടായി. നിയമമാറ്റത്തിലൂടെ അതിന് പരിഹാരം കണ്ടു. പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതിന് അനുമതി കർഷകർക്ക് നൽകി എന്നുള്ളത്. കാട്ടാന ശല്യത്തിന് പരിഹാരം എന്നുള്ള നിലയ്ക്കൊരു പരിധി വരെ വേലി കെട്ടി തടയാൻ സാധിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി പരിഹരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബൃഹത്തായ പദ്ധതികൾ കാട്ടാന ശല്യം തടയുന്നതിന് വേണ്ടി നിലമ്പൂർ മേഖലയിൽ കൊണ്ടുവരാൻ ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് ഞാൻ പരിശ്രമിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ ഇനി ഏതൊക്കെ മേഖലയിലാണോ ടൂറിസം രംഗത്ത്, നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസം മേഖല എന്നറിയപ്പെടുന്ന വയനാടും മൂന്നാറുമാണെങ്കിൽ ആ വയനാടിനേക്കാളും മൂന്നാറിനേക്കാളും സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നിലമ്പൂർ. അതിൻ്റെ 1ാം ഭാഗമായിട്ട് റോഡ് വികസനം നമ്മൾ നടപ്പിലാക്കി. വയനാട് പാത, മലയോര പാതയുടെ നീട്ടം മേപ്പാടി തുരങ്കപാതയിൽ മുട്ടിക്കുന്നതോടുകൂടി വയനാട്ടിലേക്കും അതിലൂടെ മൈസൂരിലേക്കും അതിലൂടെ ബാംഗ്ലൂരിലേക്കും സുഗമമായ ഒരു പാത നിർമ്മിക്കുന്നതിലൂടെ ഗതാഗത യോഗ്യമാവുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൻ്റെ ടൂറിസം കേരളത്തിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറും എന്നതിൽ യാതൊരു സംശയമില്ല. സാധ്യമാകുന്നതിലൂടെ ടൂറിസം മാത്രമല്ല വികസിക്കുന്നത്, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് പലപ്പോഴും നമ്മൾ ബാംഗ്ലൂരിനെയും മൈസൂരിനെയും ആശ്രയിക്കുന്ന നിരവധി കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ തന്നെ മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് ഉറപ്പാണ് നമ്മൾ. അതുമാത്രമല്ല, വാണിജ്യരംഗത്ത് വ്യാവസായിക രംഗത്ത് ഈ റോഡ് വികസനത്തിലൂടെ മറ്റു ജില്ലകൾക്കോ മറ്റു മണ്ഡലങ്ങൾക്കോ ഇല്ലാത്ത ഒരു പുരോഗതി കൈവരിക്കാൻ നമുക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തായിരുന്നു നമുക്കൊരു പോരായ്മ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ +2 സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പോരായ്മകൾ പരിഹരിക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഭാഗമായി പ്രവർത്തിക്കുന്ന മത്സരിക്കുന്ന ഞാൻ ശ്രമിക്കും, നടപ്പിലാക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. നിങ്ങളുടെ വിലയേറിയ ഓരോ തുടർഭരണം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ആദ്യമായി നടത്താനുള്ളത്. ഇനി ക്ഷേമ പെൻഷനെ കുറിച്ച് കൂടെ പറയാതെ പോയാൽ
പൂർത്തിയാവില്ല എന്ന് എനിക്കറിയാം. 600 രൂപ മാത്രം കേവലം പെൻഷൻ നൽകിയിരുന്ന ഒരു ഗവൺമെൻറ്, അതും 18 മാസം കുടിശ്ശിക വരുത്തി ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷം മുമ്പ് അധികാരത്തിൽ വരുന്നത്. ഇന്ന് ക്ഷേമ പെൻഷൻ എത്രയാണ്? 2000 രൂപയാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന നമ്മുടെ മുമ്പിൽ ഒരു മാസത്തെ കുടിശ്ശിക പോലും പെൻഡിങ് ഇല്ല എന്ന് നിലവിലില്ല എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് സാധാരണക്കാരായ പെൻഷൻകാരെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമായിട്ട് 40,000-ത്തിലധികം പെൻഷൻകാർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ 8 കോടിയിലധികം രൂപ പെൻഷൻ ഇനത്തിൽ മാത്രം നിലമ്പൂർ മണ്ഡലത്തിലുള്ള ജനങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മുടങ്ങാതെ ഈ തുക ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു സത്യം. ഇങ്ങനെ വികസന രംഗത്ത്, ക്ഷേമ പെൻഷൻ രംഗത്ത്, ആധുനിക സൗകര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും ആശുപത്രി രംഗത്തും നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിലെ വികസനം നേടിയ, ഏറ്റവും കൂടുതൽ വികസനം നേടിയ 4-5 മണ്ഡലങ്ങളിൽ ഒന്നായി മാറാൻ ഈ നിലമ്പൂരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടർ ഭരണത്തിൽ വരണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. സാധാരണക്കാരുടെ ആവശ്യമാണ്, കർഷകൻ്റെ ആവശ്യമാണ്, തൊഴിലാളികളുടെ ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും നൽകി വിജയിപ്പിക്കണമെന്നും സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇടതുപക്ഷം ജയിക്കണം, ഹൃദയപക്ഷമെന്നോർക്കണം. ഇനിയും എന്റെ നാടുയരണം, ഒന്നിച്ചൊന്നാമതാകണം. ഇതെന്റെ നാടെന്നോർക്കണം, ഇരുപരക്കാതെ കാക്കണം. ഇനിയൊരുക്കം തുടങ്ങണം, ഇടതിനോടൊപ്പമാകണം. ഇടതുപക്ഷം ജയിക്കണം, ഹൃദയപക്ഷമെന്നോർക്കണം. ഇനിയും എന്റെ നാടുയരണം, ഒന്നിച്ചൊന്നാമതാകണം.